ഹായ് ഹലോ. ഇന്ന് ഞങ്ങളൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നിങ്ങൾ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. ചക്കക്കുരു ഷെയ്ക്ക് ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് കുക്കറിലോട്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിൻ്റെ ബ്രൗൺ കളറൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ചക്കക്കുരു മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് 4 വിസിലോളം അടിക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വേവിക്കണം. നന്നായി വേവിച്ചില്ലെങ്കിൽ അതിന് അങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിക്കണം. ഇപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വേവിച്ചില്ലെങ്കിൽ നമുക്ക് അരയ്ക്കാൻ നല്ല പാടുണ്ടാവും കേട്ടോ. ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ കിടക്കും. അതുകൊണ്ടാണ് ഇപ്പം നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ചൂടാറിയ ശേഷം നമ്മളിനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം പഞ്ചസാരയാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് അരച്ചിട്ട് വന്നാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ പഞ്ചസാരയൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ചാറിയ പാൽ പിന്നീട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേട്ടോ. പിന്നെ 2 ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പാക്കറ്റ്. അത് ഞാൻ ഇപ്പോൾ അതേ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കണം കേട്ടോ. നമുക്ക് ഇനിയും ഇതിലോട്ട് പാലൊഴിച്ച് കുറച്ചുകൂടെ ലൂസാക്കണം. അപ്പോൾ ഞാൻ ബാലൻസ് പാലും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് കുറച്ച് ലൂസായിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് 2 ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചക്കക്കുരു അല്ലേ എന്തിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടില്ല. നമ്മളൊരു വേറൊരു ടേസ്റ്റാണ്. നല്ല നമുക്ക് ഒട്ടും തോന്നില്ല ഇത് ചക്കക്കുരുവാണെന്ന് കേട്ടോ. എനിക്ക് പക്ഷേ പൊതുവേ ഇഷ്ടമാണ് ചക്കക്കുരു. അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നത് മോൾക്ക് വേണ്ടിയാണ് കേട്ടോ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നത്. മുകളിൽ ഐസ്ക്രീം കണ്ടില്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഒരു ബൂസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഷെയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബദാമിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ബദാമിൻ്റെയൊക്കെ ഒരു എന്താ ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറേ പ്രാവശ്യം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ചക്കക്കുരു എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചക്കക്കുരു ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി കഴിയുമ്പോഴത് അറിയുള്ളൂ. ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്കത് ചക്കക്കുരുവിന് ടേസ്റ്റ് ഒന്നും വരില്ല. പക്ഷെ പൊതുവെ എനിക്ക് ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുവരേക്കും ബൈ.